തിങ്കളാഴ്ച രാത്രി ആകാശത്ത് ഒരു വലിയ നീല വെളിച്ചം സ്പൈറൽ ആകൃതിയിൽ പാഞ്ഞു പോകുന്നത് കണ്ടത് ആളുകളെ അത്ഭുതപ്പെടുത്തി. കറങ്ങുന്ന ഒരു UFO പോലെ തോന്നിക്കുന്ന ഈ നിഗൂഢമായ ദൃശ്യം ഗ്രേറ്റർ മാഞ്ചസ്റ്റർ, ഡെർബിഷയർ, ലൻകാഷയർ, സ്റ്റാഫോർഡ്ഷയർ തുടങ്ങി യൂറോപ്പിലെ ചില ഇടങ്ങളിൽ കൂടി കാണപ്പെട്ടു. വിചിത്രമായ ഈ പ്രതിഭാസം കണ്ട് സ്തംഭരായ ആളുകൾ സോഷ്യൽ മീഡിയകളിൽ തങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതോടെ കൂടുതൽ പേർ തങ്ങൾക്കുണ്ടായ സമാന അനുഭവം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തി. ഊഹാപോഹ സിദ്ധാന്തങ്ങൾ പലതും ഉയർന്നു വന്നു. കണ്ടത് പറക്കും തളികയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുസ്സൂചനയാകാമെന്നോ വരെ അഭിപ്രായങ്ങളുണ്ടായി. എന്നാൽ UK-യിലെ ഔദ്യോഗിക കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പായ മെറ്റ് ഓഫീസ് സംഭവത്തിൽ വിശദീകരണം നടത്തിയതോടെ എല്ലാ ചർച്ചകൾക്കും ഉത്തരം കിട്ടിയിരിക്കുകയാണ്. US-ൽ നടന്ന ഒരു SpaceX റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ഫലമായിട്ടായിരുന്നു ഈ വിചിത്ര പ്രതിഭാസം രൂപപ്പെട്ടത് എന്നാണ് മെറ്റ് ഓഫീസിന്റെ വിശദീകരണം. ഇന്ന് വൈകുന്നേരം ആകാശത്ത് പ്രകാശപൂരിതമായ ഒരു ചുഴലി പോലെ തോന്നിക്കുന്ന പ്രതിഭാസമുണ്ടായെന്ന് നിരവധി റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അത് ഇന്ന് രാവിലെ വിക്ഷേപിച്ച SpaceX ഫാൽക്കൺ 9 റോക്കറ്റ് മൂലം സംഭവിച്ചതാകാനാണ് സാധ്യത. അമേരിക്കയിലെ SpaceX റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടാണ് ഈ തിളങ്ങുന്ന ഭ്രമണപഥം ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത് ഒരു സ്പൈ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് അയച്ചതിന്റെ ഫലമാണ്. ബഹിരാകാശത്ത് റോക്കറ്റ് പുറത്തുവിട്ട അവശിഷ്ട ഇന്ധനത്തിൽ നിന്നാണ് ഈ ഘടന രൂപപ്പെട്ടിരിക്കുന്നത്. മെറ്റ് ഓഫീസ് അവരുടെ X അക്കൗണ്ടിൽ പറഞ്ഞു. തിങ്കളാഴ്ച ഫ്ലോറിഡയിലെ പ്രാദേശിക സമയം ഏകദേശം 1:50 US ഗവൺമെന്റിന്റെ ഒരു രഹസ്യ ദൗത്യത്തിന്റെ ഭാഗമായി SpaceXന്റെ ഫാൽക്കൺ 9 ഉപഗ്രഹം വിക്ഷേപിച്ചത്. പുനരുപയോഗം സാധ്യമാക്കുന്ന ഈ റോക്കറ്റ് അതിന്റെ പെലോട്ട് പുറത്തുവിട്ട ശേഷം ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. റോക്കറ്റ് തിരികെ എത്തുന്നതോടെ ശേഷിക്കുന്ന ഇന്ധനം ആകാശത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. എന്നാൽ ഉയരം കാരണം ഈ ഇന്ധനം തൽക്ഷണം മരവിക്കുകയും റോക്കറ്റ് വേഗത്തിൽ നീങ്ങുന്നതിനാൽ ഒരു സ്പൈറൽ പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പ്രകാശം അതിൽ നിന്ന് പ്രതിഫലിക്കുമ്പോൾ ആ ദൃശ്യം ഭൂമിയിലും പ്രകടമാകും. ഈ കാഴ്ചയാണ് ആളുകൾ കണ്ടതും.